ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ദ സ്റ്റോറി. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് മമ്മൂട്ടിയുടെ കളംകാവൽ എന്ന മൂവിയുടെ സ്റ്റോറിയാണ്. ഈ സിനിമയുടെ വൺ ലൈൻ സ്റ്റോറി എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒത്തിരി സ്ത്രീകളെ കണ്ടെത്തി അവരുമായിട്ട് ഒരു റിലേഷൻഷിപ്പ് വെച്ചതിന് ശേഷം ഒരു സെക്ഷൽ ബന്ധത്തിൽ ഏർപ്പെടുന്നു. അതിനുശേഷം അവരെല്ലാം കൊലപ്പെടുത്തുകയാണ്. അങ്ങനെ ഒരു സൈക്കോപാത്തിൻ്റെ കഥയാണിത്. ആ സൈക്കോപാത്തിനെ കണ്ടുപിടിക്കാൻ വരുന്ന പോലീസുകാരൻ്റെയും കൂടെ കഥയാണ് ഈ സിനിമ. സോ കൂടുതൽ പറഞ്ഞ് ദീർഘിപ്പിക്കാതെ നമുക്ക് സിനിമയിലേക്ക് കടക്കാം. സിനിമയുടെ തുടക്കം കാണിക്കുന്നത് സ്റ്റാൻലിയും അവരുടെ കുടുംബത്തെയാണ്. സ്റ്റാൻലി കല്യാണം കഴിച്ച് 2 ആൺമക്കളുണ്ട്, ഭാര്യയുണ്ട്. അവരോടൊക്കെ ഒത്ത് സുഖമായിട്ട് ജീവിക്കുകയാണ്. അവരോടൊപ്പം ഒരു ദിവസം രാത്രി സിനിമ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് സ്റ്റാൻലിക്ക് ഒരു ഫോൺ കോൾ വരികയാണ്. കുമാർ സാറാണ് വിളിക്കുന്നത്, വളരെ അർജൻറ്റാണ്, ഞാൻ പോയിട്ട് വരാമെന്ന് വൈഫിൻ്റെ അടുത്ത് പറഞ്ഞിട്ട് അവൻ പോകുന്നത് ഒരു പെൺകുട്ടിയുടെ കൂടെയാണ്. ആ പെൺകുട്ടിയോട് അയാൾ സംസാരിക്കുന്നുണ്ട്, നീ എഴുത്തെഴുതി വെച്ചിട്ടൊക്കെയല്ലേ വന്നതെന്ന്, നമുക്ക് താമസിക്കാനുള്ള വീട് ശരിയാവാൻ കുറച്ച് സമയമെടുക്കും, അതുവരെ നമുക്കൊരു ലോഡ്ജിൽ താമസിക്കാമെന്ന് പറയുന്നു. എൻ്റെ ഭാര്യയുമായിട്ട് ഡിവോഴ്സ് മേടിക്കുന്നതാണ് ഏറ്റവും വലിയ പ്രശ്നമെന്നും ആ പെൺകുട്ടിയെടുത്ത് അയാൾ പറയുന്നുണ്ട്. ഈ പെൺകുട്ടി ഒരു വിധവയാണ്. അവളുടെ ഹസ്ബൻഡ് മരിച്ചതിന് ശേഷം അവൾക്ക് ആദ്യമായിട്ട് പ്രണയം തോന്നിയത് സ്റ്റാൻലിയുടെ അടുത്താണെന്ന് അവൾ പറയുന്നുണ്ട്. അതിനുശേഷം ടി വിയിൽ ഒരു കൊലപാതക ന്യൂസ് കാണുമ്പോൾ ആ പെൺകുട്ടി ചോദിക്കുന്നുണ്ട്, എങ്ങനെയാണ് ഇങ്ങനെ മനുഷ്യരെയൊക്കെ കൊല്ലാൻ പറ്റുന്നതെന്ന്. ആ സമയത്ത് സ്റ്റാൻലി പറയുന്നുണ്ട്, നമുക്ക് എന്തെങ്കിലും ഒരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ തന്നെ അറിയാതെ കൊണ്ടുപോകും. ഇപ്പോൾ നിന്നെ കൊല്ലാനും എനിക്ക് എളുപ്പമാണ്, കാരണം എൻ്റെ ഭാര്യയും മക്കളെ ഉപേക്ഷിക്കണോ നിന്നെ കൊല്ലുന്നതാണോ എളുപ്പമെന്ന് ഞാൻ ആലോചിക്കുമ്പോൾ നിന്നെ കൊന്നാൽ മതി എന്നെൻ്റെ മനസ്സ് പറയുകയാണെങ്കിൽ ഞാൻ അങ്ങനെ ചെയ്യില്ലേന്ന്. അപ്പോൾ അവൾ ചോദിക്കുന്നുണ്ടോ, നീ എന്നെ എങ്ങനെ കൊല്ലാനാണെന്ന്. ആ സമയത്ത് ആ സ്റ്റാൻലി അടുത്ത് കടന്ന് ഒരു ഷാളെടുത്ത് അവളുടെ കഴുത്തിൽ മുറുക്കിയിട്ട് പറയും, ഇങ്ങനെ നിന്നെ കൊല്ലാൻ എളുപ്പമല്ലേ എന്ന്. ആ ടൈമിൽ പക്ഷേ സ്റ്റാൻലി ആ കെട്ട് മുറുക്കി ആ പെൺകുട്ടിയെ അവിടെ തന്നെ ഇട്ട് ശ്വാസം മുട്ടിച്ച് കൊല്ലുകയാണ്. അതിനുശേഷം അവളുടെ ബോഡി ഒരു വലിയ ബാഗിലേക്ക് മാറ്റിയിട്ട് ആ ലോഡ്ജിൻ്റെ താഴത്തിറങ്ങി അയാളുടെ കാറിൻ്റെ ഡിക്കിയിൽ കൊണ്ടുവെക്കുന്നു. പിന്നീട് കാണിക്കുന്നത് 2012 ഒരു ദിവസം തിരുവനന്തപുരമാണ്. അവിടെ കോട്ടിയക്കോണത്ത് ഒരു വർഗീയ ലഹള നടക്കുന്നുണ്ട്. അവിടെ കേസ് അന്വേഷിക്കാൻ ആരാണ് വരുന്നതെന്ന് അവിടുത്തെ മീഡിയയും എല്ലാം ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. അങ്ങനെയാണ് നത്താണ് ആ കേസ് അന്വേഷിക്കാൻ വരുന്നതെന്ന് ഒരു മീഡിയക്കാരൻ പോലീസ് ഓഫീസിൽ നിന്ന് മനസ്സിലാക്കുന്നത്. കോട്ടിയക്കോണത്തിലെ ആ പോലീസ് സ്റ്റേഷനിലേക്ക് നത്ത് എത്തുകയാണ്. അവിടെ ചെന്നിട്ട് അവിടുത്തെ പോലീസുകാരനോട് ആ വർഗീയ ലഹള ഉണ്ടാകാനുള്ള കാരണവും അതിൻ്റെ റീസൺസും ഒക്കെ ഒരു സാധാരണക്കാരനെ പോലെ ചോദിച്ചറിയുകയാണ്. പിന്നീട് പുള്ളിയെ കണ്ട് മനസ്സിലാക്കിയ ഒരാളാണ് അതാണ് നത്ത് എന്ന പോലീസുകാർക്ക് മനസ്സിലാവുന്നത്. പുള്ളി അതിനുശേഷം അവിടെ നിന്ന് ആ കേസുമായിട്ട് ബന്ധപ്പെട്ട ഡീറ്റെയിൽസ് എല്ലാം എടുത്തിട്ട് അവിടെ നിന്ന് പോകുന്നു. ശരിക്കും അവിടെ ഒരു കമ്മ്യൂണൽ റൈറ്റ് ഉണ്ടാവാൻ കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, വിമല, യൂസഫ്, വിമലിൻ്റെ പെങ്ങൾ, ഇവർ 3 പേരും അടങ്ങുന്ന ഒരു പ്രശ്നമാണ്. വിമലിൻ്റെ സിസ്റ്റർ ഒളിച്ചോടിപ്പോയി. പക്ഷേ അത് യൂസഫിൻ്റെ കൂടെയാണ് ഒളിച്ചോടി പോയെന്ന് പറഞ്ഞിട്ട് വിമൽ യൂസഫ് ഇല്ലാത്ത സമയം നോക്കി അവൻ്റെ വീട്ടിൽ കയറി ആക്രമിക്കാൻ ചെല്ലുന്നു. ആ സമയത്ത് യൂസഫ് ഇല്ലായിരുന്നുകൊണ്ട് തന്നെ തൻ്റെ വീട്ടിൽ കയറി ആക്രമിച്ചതിന് പ്രതികാരമായി തിരിച്ച് യൂസഫ് വിമലിൻ്റെ വീട്ടിൽ കയറിയും ആക്രമിക്കാൻ ചെല്ലുന്നു. സോ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും അടികൂടി അതൊരു വർഗീയ ലഹള എന്നുള്ള രീതിയിലേക്ക് എത്തിയിരിക്കുകയാണ്. അന്നത്ത് വിമലിനെ വിളിച്ച് ചോദിക്കുന്നുണ്ട് എന്താണ് പ്രശ്നമെന്ന്. അപ്പോൾ അയാൾ പറയുന്നു, യൂസഫും എൻ്റെ പെങ്ങളും കൂടെ ഒളിച്ചോടി പോയതാണ്, അവളൊരു ലെറ്ററൊക്കെ എഴുതി വെച്ചിട്ടാണ് പോയിട്ടുണ്ടായിരുന്നതെന്ന്. അതുമാത്രമല്ല അമ്പലത്തിലെ നമ്പൂതിരി ഇവരെ കണ്ടിട്ടുമുണ്ടായിരുന്നെന്ന് പറയുന്നു. പക്ഷെ നമ്പൂതിരിയെ വിളിച്ച് ചോദ്യം ചെയ്യുമ്പോൾ അയാൾ പറയുന്നു കൂടെ പോയ ആളുടെ മുഖം വ്യക്തമായിട്ടുണ്ടായിരുന്നില്ല എന്ന്. യൂസഫിനെ വിളിച്ച് അന്വേഷിക്കുമ്പോഴും അങ്ങനെ പോയിട്ടില്ലെന്ന് തന്നെയാണ് യൂസഫും പറയുന്നത്. ആ പെൺകുട്ടിയുടെ ഫോണെല്ലാം ടാപ്പ് ചെയ്തതിനു ശേഷം മനസ്സിലാക്കുന്നു അവൾ പോയത് തമിഴ്നാട്ടിലെ ഒരു പയ്യനുമായിട്ടാണ്, യൂസഫുമായിട്ടല്ല. നമ്പൂതിരി കണ്ട ആളും അത്ര തെളിച്ചമില്ലാത്ത സമയത്തായിരുന്നുകൊണ്ട് ആളെ വ്യക്തമായിട്ടുണ്ടായിരുന്നില്ല. സോ തിരുനെൽവേലിയിലെ ഒരു പയ്യനുമായിട്ടാണ് തൻ്റെ പെങ്ങൾ ഒളിച്ചോടി പോയെന്ന് അറിഞ്ഞിട്ട് വിമലും അവനെ അന്വേഷിക്കാനായിട്ട് അവിടെ പോവുകയാണ്. ഈ സമയത്ത് നത്തും അതുപോലെ നത്തിൻ്റെ കൂടെയുള്ള പോലീസ് ഉദ്യോഗസ്ഥനായ ആനന്ദും അവിടേക്ക് ചെല്ലുന്നു ആ പയ്യനെ കണ്ടുപിടിക്കാൻ. അതിനു മുന്നേ തന്നെ വിമലും അവൻ്റെ ആളുകളും ആ പയ്യനെ ഫോളോ ചെയ്ത് ഒരു ഇഷ്ടികയൊക്കെ നിർമ്മിക്കുന്ന സ്ഥലത്തേക്ക് അവനെ കൊണ്ടുപോവുകയാണ്. സ്റ്റീഫൻ എന്നായിരുന്നു ആ പയ്യൻ്റെ പേര്. ഈ സമയത്ത് നത്തും ആനന്ദും ആ സ്റ്റീഫൻ്റെ വീട്ടിൽ ചെന്നിട്ട് അമ്മയോട് അന്വേഷിക്കുമ്പോൾ അവൻ ടൗണിൽ ക്യാരംസ് കളിക്കാൻ പോയേക്കുകയെന്ന് പറയും. ഈ പോലീസുകാരും ഫോളോ ചെയ്ത് അവിടെ ചെല്ലുന്നു. പക്ഷേ അവിടെ ചെല്ലുമ്പോഴാണ് നമ്മുടെ സ്റ്റീഫൻ അവിടെ ക്യാരംസ് കളിക്കാൻ എത്തിയിട്ടില്ല, അവനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണെന്ന് അവൻ്റെ ഫ്രണ്ട്സ് പറയുന്നത്. ഈ സമയത്ത് വിമലും കൂട്ടുകാരും സ്റ്റീഫനെ എടുത്തിട്ട് അടിക്കുകയാണ്. പക്ഷേ എത്ര ചോദിച്ചിട്ടും ആ പെൺകുട്ടിയുടെ ഫോട്ടോ കണ്ടിട്ട് സ്റ്റീഫൻ ആരാന്ന് പോലും മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. ഈ സമയത്ത് സ്റ്റീഫൻ്റെ ഒരു ഫ്രണ്ട് ബാക്കി കൂട്ടുകാരുടെ അടുത്ത് വന്ന് പറയും, നമ്മുടെ സ്റ്റീഫനെ കുറേ ആൾക്കാർ ആ ഇഷ്ടിക ചുളയിട്ട് അടിക്കുന്നെന്ന്. ഇത് നത്തും കേൾക്കുന്നുണ്ടായിരുന്നു. നത്തും ആനന്ദും പെട്ടെന്ന് അവിടേക്ക് ചെല്ലുന്നു, അവൻ്റെ കൂട്ടുകാരും ചെല്ലുന്നു. അവൻ്റെ കൂട്ടുകാർ എത്രയും വേഗം അവനെ എടുത്തിട്ട് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. നത്ത് അവിടെ എല്ലാം അന്വേഷിക്കുമ്പോൾ മനസ്സിലാവുന്നുണ്ട് ആ പെണ്ണിൻ്റെയുമായി ബന്ധപ്പെട്ട ഏതോ കേസിനാണ് ഇവനെ അടിച്ചതെന്ന്. കാരണം ആ പെൺകുട്ടിയുടെ ഫോട്ടോ ആ ലൊക്കേഷനിൽ നിന്ന് നത്തിന് കിട്ടുന്നുണ്ടായിരുന്നു. പോലീസിനെ കണ്ടപാടെ തന്നെ വിമലും കൂട്ടുകാരും അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടുണ്ടായിരുന്നു. അടുത്ത ദിവസം ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ നത്ത് ആ ഫോട്ടോ കാണിച്ച സ്റ്റീഫനോട് ഈ പെൺകുട്ടിയെ അറിയാമോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അറിയില്ല എന്നാണ് പറയുന്നത്. ആ ഒരു ഫോൺ നമ്പർ കാണിച്ച് ചോദിക്കുമ്പോൾ ഇത് നിൻ്റെ പേരിലെടുത്ത സിമ്മാണല്ലോ, ഈ ഫോണിൽ നിന്ന് ഒത്തിരി കോള് ഈ പെൺകുട്ടിയുടെ ഫോണിലേക്ക് പോയിട്ടുണ്ടെന്ന് പറയുന്നു. അപ്പോൾ പറയുന്നു ഇത് എനിക്ക് വേണ്ടി എടുത്തതല്ല, എൻ്റെ ഒരു കസിൻ സിസ്റ്റർക്ക് വേണ്ടി എടുത്താണ്, പക്ഷേ അവൾ കുറച്ച് നാൾ മുമ്പ് ഒരാളുടെ കൂടെ ഒളിച്ചോടി പോയതായിട്ടാണ് പറയുന്നത്. സെൽവി എന്നായിരുന്നു ആ പെൺകുട്ടിയുടെ പേര്. ആ പെൺകുട്ടിയുടെ ഫോണും സ്വിച്ച് ഓഫ് ആണ്. ആ പെൺകുട്ടിയുടെ ഫോണിലേക്ക് വന്നിരിക്കുന്നത് കേരളത്തിൽ നിന്ന് വിളിച്ച ഒരു നമ്പറിൽ നിന്നാണ്. ആ നമ്പറും ഇപ്പോൾ സ്വിച്ച് ഓഫ് ആണ്.
സോ ഇതെല്ലാം മനസ്സിലാക്കി നത്ത് പറയുന്നുണ്ട്. ഷാഫിയ, ബബിത, രാഗി, ഷീന ഇങ്ങനെ ഒരു വലിയ ലിസ്റ്റ് ഇതിൻ്റെ പുറകിൽ ഇങ്ങനെ പൊക്കോണ്ടേയിരിക്കുകയാണ്. ഓരോ നമ്പർ അന്വേഷിച്ച് ചെല്ലുമ്പോഴും ആ വീട്ടിലെ ഒരു പെൺകുട്ടി മിസ്സിംഗ് ആയിരിക്കും. അതുപോലൊപ്പം അവരുടെ ഫോൺ സ്വിച്ച് ഓഫും ആയിരിക്കും. ഇതൊരു പ്രധാനപ്പെട്ട കേസാണെന്ന് നത്ത് തൻ്റെ ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥനെ അറിയിക്കുകയാണ്. എല്ലാ കേസും ഒളിച്ചോട്ടമാണ്. വിധവകളോ കല്യാണപ്രായം കഴിഞ്ഞ് നിൽക്കുന്നവരോ അതുപോലെ തന്നെ ഭർത്താവുമായിട്ട് അകന്ന് താമസിക്കുന്നവരോ ഒക്കെയാണ് ഇങ്ങനെ പോയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ വീട്ടുകാർക്കും വലിയ താല്പര്യമില്ല ഇത് അന്വേഷിക്കാൻ. അതുപോലെ പോലീസുകാർക്കും ഒളിച്ചോട്ടമായതുകൊണ്ട് വലിയൊരു ഇൻട്രസ്റ്റ് ഇതിന് പുറകെ ഉണ്ടായില്ല. അങ്ങനെയാണ് ഈ കേസെല്ലാം അങ്ങനെ ഉഴപ്പിപ്പോയത്. പിന്നീട് കാണിക്കുന്നത് ബോബി എന്ന് പറയുന്ന പയ്യൻ നമ്മുടെ സ്റ്റാൻലിയുടെ വീട്ടിലെത്തുകയാണ്. അവനൊരു ജ്വല്ലറി ഉള്ളതാണ്. ജ്വല്ലറി ഉണ്ടാക്കാൻ വേണ്ടി അവൻ കുറച്ച് സൈനൈഡ് വാങ്ങി വീട്ടിൽ വെച്ചിരുന്നു. അത് വെളിയിലിരുന്ന സമയത്ത് അടുത്ത വീട്ടിലെ പട്ടി മണപ്പിച്ച് വന്ന് അത് കഴിച്ചു. അത് ചത്തുപോയി. അതിൻ്റെ ഓണർ ഭയങ്കര അലമ്പാണ്. ചേട്ടൻ ഇത് എങ്ങനെയെങ്കിലും ഒന്ന് സോൾവ് ചെയ്ത് തരണമെന്ന് ആ പയ്യൻ പറയുന്നു. അപ്പോൾ ചോദിക്കുന്നുണ്ട്, ഞാനതൊക്കെ ഡീൽ ചെയ്ത് തരാം, നിനക്ക് എവിടെ നിന്നാണ് ഈ സൈനൈഡ് കിട്ടുന്നതെന്ന്. അങ്ങനെ നമ്മുടെ സ്റ്റാൻലിക്ക് ഒരു ബുദ്ധി തോന്നുകയാണ്. ജ്വല്ലറി ഉടമ എന്ന പേരിൽ ഒരു കെമിക്കൽ സ്റ്റോറിൽ പോയിട്ട് അവിടെ നിന്ന് സൈനൈഡ് വാങ്ങിക്കുന്നു. അതിനുശേഷം അത് ഒരു ഭക്ഷണത്തിൽ കലർത്തി തെരുവിലുള്ള ഒരു പാവപ്പെട്ട മനുഷ്യന് കൊടുക്കുകയാണ്. അതിനുശേഷം സ്ഥിരമായിട്ട് ആളുകളെ കൊല്ലുമ്പോൾ അവൻ കേൾക്കുന്ന ആ പാട്ടുമിട്ട് അവൻ കാറിൽ ഒരു റൗണ്ടിന് പോകുന്നു. ആ റൗണ്ട് കഴിഞ്ഞ് അവൻ തിരിച്ചെത്തുമ്പോഴേക്കും ആ പാവപ്പെട്ട മനുഷ്യൻ റോഡിൽ ചത്തുകിടപ്പുണ്ടായിരിക്കുന്നു. സ്റ്റാൻലി അതിനുശേഷം വേഷവും പേരുമെല്ലാം മാറ്റി ഒരു കല്യാണ ബ്രോക്കറിൻ്റെ അടുത്ത് ചെന്നിട്ട് തൻ്റെ ഒരു സുഹൃത്തുണ്ട്, കുറച്ച് പ്രായമായ ആളാണ്, അയാൾക്ക് വേണ്ടി കുറച്ച് കല്യാണാലോചനകൾ നടത്തണം, വിധവകളോ ഡിവോഴ്സ് ആയവരോ അതുപോലെ തന്നെ കല്യാണപ്രായം കഴിഞ്ഞ് നിൽക്കുന്ന ആരെങ്കിലുമോ അങ്ങനെ കുറച്ച് പേരുടെ ഫോട്ടോസ് വേണം, അവൻ അയച്ചു കൊടുക്കാനാണെന്ന് പറയും. അങ്ങനെ ആ ബ്രോക്കറിന് കുറച്ച് കാശ് കൊടുത്തിട്ട് കുറച്ച് പെൺകുട്ടികളുടെ ഫോട്ടോസ് അവൻ വാങ്ങിക്കുകയാണ്. ആദ്യം ഒരു പെൺകുട്ടിയുടെ പുറകെ നടന്ന് അവളെ ഇംപ്രസ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അവൾ അവൻ്റെ വലയിൽ വീഴുന്നില്ല. അതോടെ നമ്മുടെ സ്റ്റാൻലിക്ക് മനസ്സിലാവുന്നുണ്ട് ഈ പെൺകുട്ടി തൻ്റെ വലയിൽ വീടില്ല എന്ന്. അതുകൊണ്ട് തന്നെ അവൻ വീട്ടിൽ ചെല്ലുമ്പോൾ അവളുടെ ആ ഒരു ഫോട്ടോ അവൻ്റെ നോട്ട്ബുക്കിൽ ഒരു ബ്ലാക്ക് ഇങ്ക് കൊണ്ട് വരച്ചു വെക്കുകയാണ്. എന്നിട്ട് തൻ്റെ കൈവശമുള്ള ബാക്കി ഫോട്ടോസൊക്കെ നോക്കിയിട്ട് അതിൽ അടുത്ത പെൺകുട്ടിയെ സെലക്ട് ചെയ്യുകയാണ് അവൻ. ആ പെൺകുട്ടിയും അവളുടെ നാട്ടിൽ പോയി ഫോളോ ചെയ്ത് അവൻ വീഴ്ത്തിയെടുക്കുന്നുണ്ട്. ആ സമയം തന്നെ വേറൊരു പെൺകുട്ടി ബസ്സിൽ യാത്ര ചെയ്യുന്നത് കാണിക്കുന്നുണ്ട്. അവളുടെ അടുത്തിരുന്നും കിന്നാരമൊക്കെ പറഞ്ഞ് അവളെയും അവൻ്റെ ട്രാപ്പിലാക്കിയ മട്ടിലാണ് നമ്മളെ കാണിക്കുന്നത്. അടുത്തത് കാണിക്കുന്നത് ബസ് സ്റ്റോപ്പിലിരുന്ന് മറ്റൊരു പെൺകുട്ടിയോട് സംസാരിക്കുന്നതാണ്. ഞാൻ നിന്നെ വർഷങ്ങളായിട്ട് ഇഷ്ടപ്പെടുന്നുണ്ട്. അപ്പോൾ ആ പെൺകുട്ടി ചോദിക്കുന്നുണ്ട്, പക്ഷേ ഞാൻ നിങ്ങളെ ഒരാഴ്ച ആയിട്ടുള്ളല്ലോ കാണാൻ തുടങ്ങിയിട്ടെന്ന്. അതെൻ്റെ ഭാര്യ മരിച്ച വിഷമത്തിൽ എനിക്ക് നിൻ്റെ അടുത്ത് വന്ന് സംസാരിക്കാനുള്ള പേടി കാരണമാണ് ഞാൻ മറന്നു നിന്നിരുന്നതെന്ന് അവൻ പറയുന്നു. കൂടുതൽ സംസാരിക്കുമ്പോൾ അവളോടി ബസ്സിൽ കയറുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് വേറൊരു പെൺകുട്ടിയെയാണ്. അവൾ പള്ളിയുടെ മുറ്റത്തിരുന്ന് സംസാരിക്കുകയാണ് അവരുടെ കല്യാണത്തെപ്പറ്റിയും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. സോ അതിനു മുമ്പ് ഒരു ലോഡ്ജിൽ മുറിയെടുത്ത് താമസിക്കുന്നതിനെ പറ്റിയൊക്കെ സ്റ്റാൻലി പറയുന്നുണ്ട്. ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോഴും ഓരോ പേരും അതുപോലെ തന്നെ ഓരോ അഡ്രസ്സുമാണ് സ്റ്റാൻലിക്കുള്ളത്. പിന്നീട് കാണിക്കുന്നത് വേറൊരു പെൺകുട്ടിയെ കാവിൽ വെച്ചിട്ട് വിവാഹം ചെയ്യുന്നതാണ്. അവരോടൊക്കെ നമുക്കൊരു ഭാവി ജീവിതമുണ്ടാവും, കുട്ടികളുണ്ടാവും എന്നുള്ള പ്രോമിസസ് ആണ് സ്റ്റാൻലി എല്ലാവർക്കും കൊടുക്കുന്നത്. ഇവരെ എല്ലാവരെയും കൊന്നു കഴിഞ്ഞിട്ട് മരിച്ചവരുടെയൊക്കെ ആ ഒരു രൂപം അയാൾ റെഡ് ഇങ്ക് കൊണ്ടാണ് വരച്ചു വെക്കുന്നത്. ഇപ്പോഴത്തെ കൊലപാതക രീതി എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അബോർഷൻ ചെയ്യാനുള്ള പിൽസിന് ചുറ്റും സൈനൈഡ് പരട്ടി വെച്ചിട്ട് അത് ഈ യുവതികൾക്ക് കഴിക്കാൻ കൊടുക്കുകയാണ്. ഇപ്പോൾ സ്റ്റാൻലിയുടെ പാറ്റേൺ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം അവരെ ലോഡ്ജിൽ കൊണ്ടുവന്ന് അവരോട് ഫിസിക്കലായിട്ട് റിലേഷൻഷിപ്പ് ഉണ്ടാക്കും. അതിനുശേഷം അവർക്ക് ഫുഡ് വാങ്ങിക്കൊടുക്കും. ഫുഡ് വാങ്ങി കൊടുത്തു കഴിഞ്ഞിട്ട് പറയുന്നുണ്ട്, നീ ഇപ്പോൾ കൺസീവ് ചെയ്യേണ്ട ടൈമാണ്, അതുകൊണ്ട് അബോർഷൻ ഒരു ഗുളിക കഴിക്കണമെന്ന്. അങ്ങനെ ആ ഗുളികയെ സൈനൈഡ് പറ്റിയാണ് കൊടുക്കുന്നത്. പക്ഷേ അത് ഈ പെൺകുട്ടികൾക്ക് അറിയില്ല. എന്നിട്ട് അവരെ നേരെ വാഷ്റൂമിലേക്ക് പറഞ്ഞു പിടിക്കുകയാണ്. വാഷ്റൂമിൽ അവർ കയറി കഴിയുമ്പോൾ അവരുടെ മൊബൈലും ബാഗും എല്ലാ സാധനങ്ങളുമായിട്ടും സ്റ്റാൻലി അവിടുന്ന് മുങ്ങുകയാണ്. അടുത്ത ദിവസം സ്റ്റാൻലി ഉറപ്പുവരുത്തുന്നുണ്ട് ആ പെൺകുട്ടി മരിച്ചോ ഇല്ലയോ. ഈ പാറ്റേൺ തന്നെയാണ് ഇത്രയും നേരം കാണിച്ച എല്ലാ പെൺകുട്ടികളുടെടുത്തും സ്റ്റാൻലി ഫോളോ ചെയ്തുകൊണ്ടിരുന്നത്. ഈ ഫോൺ മിസ്സിംഗ് പിന്തുടർന്നു പോയി നത്ത് സരോജ എന്ന സ്ത്രീയോട് വീട്ടിലെത്തുകയാണ്. അവിടെ ചെന്നിട്ട് നിങ്ങളുടെ ഈ ഫോൺ നമ്പർ മിസ്സായിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നു. അപ്പോൾ അയാൾ പറയുന്നു, 3-4 കൊല്ലം മുമ്പ് ഇങ്ങനെയൊരു ഫോൺ എൻ്റെ കയ്യിൽ നിന്ന് മിസ്സായിട്ടുണ്ടായിരുന്നു. അത് അമ്മയുടെ ഫോണാണെങ്കിൽ പോലും ഞാനാണ് അത് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് എന്ന് അവൻ പറയുകയാണ്. ആ ഫോൺ മിസ്സായതിന് പിറകിൽ നിങ്ങളുടെ വീട്ടിലെ സ്ത്രീകൾ ആരെങ്കിലും മിസ്സായിട്ടുണ്ടോ എന്ന് നത്ത് ചോദിക്കുമ്പോൾ അങ്ങനെ ആരും മിസ്സായിട്ടില്ല എന്ന് പറയുന്നു. നത്ത് തൻ്റെ കേസിൻ്റെ ഇതുവരെയുള്ള അപ്ഡേറ്റ്സ് എല്ലാം അയാളുടെ ഉയർന്ന ഉദ്യോഗസ്ഥനുമായിട്ട് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഇത് നല്ല ഗൗരവമാർന്ന വിഷയമായ കേസ് ആയതുകൊണ്ട് തന്നെ മീഡിയ ഇതൊരിക്കലും അറിയാൻ ഇടവരുതെന്ന് ആ ഉദ്യോഗസ്ഥൻ നത്തിൻ്റെ അടുത്ത് പറയുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് സ്റ്റാൻലി വേറൊരു പെൺകുട്ടിയുമായിട്ട് ബസ്സിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. അവർക്ക് 2 പെൺകുട്ടികൾ ഉള്ളതാണ്. അവരെ നമുക്ക് കാര്യങ്ങളൊക്കെ എങ്ങനെയെങ്കിലും പറഞ്ഞ് മനസ്സിലാക്കാം, തൽക്കാലം നമുക്ക് ഇവിടുന്ന് ഒളിച്ചോടി പോകാം എന്ന രീതിയിൽ സ്റ്റാൻലി ആ പെൺകുട്ടിയോട് സംസാരിക്കുന്നു. എന്നിട്ട് ആ പെൺകുട്ടിയുടെ നമ്പർ അവൻ്റെ ഫോണിൽ മേടിക്കുകയാണ്. അങ്ങനെ ഫോണുകളെല്ലാം പിന്തുടർന്നു പോയി നത്ത് ലാസ്റ്റ് സ്റ്റാൻലി കണ്ടുമുട്ടിയ ആ പെൺകുട്ടിയുടെ വീട്ടിൽ എത്തിപ്പെടുകയാണ്. അവിടെ ചെല്ലുമ്പോഴാണ് അവളുടെ അമ്മ പറയുന്നത് 2 ആഴ്ച മുമ്പ് ഒരു പയ്യൻ്റെ കൂടെ ഒളിച്ചോടി പോയെന്ന്. നത്ത് ആ സമയത്ത് 2 കൊച്ചുകുട്ടികൾ ആ വീടിൻ്റെ ഫ്രണ്ട് വശത്തിരുന്ന് കളിക്കുന്നത് കാണുന്നു. അവൾ തിരിച്ചു വരുമോ എന്ന് അമ്മ ചോദിക്കുമ്പോൾ അവൻ വളരെ വിഷമത്തോടു കൂടി തന്നെ കാറിൽ കയറി പോകുന്നുണ്ട്. സ്റ്റാൻലി ഈ സമയത്ത് വീട്ടിൽ ചെന്നിട്ട് ഇന്ന് താൻ കൊന്ന ഇരയുടെ മുഖം റെഡിങ് കൊണ്ട് വരയ്ക്കുകയാണ്. ഈ സമയം ജയകൃഷ്ണൻ എന്ന നത്ത് തൻ്റെ ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥൻ്റെ അടുത്ത് പറയുന്നുണ്ട്, ഇവൻ കൂടുതൽ കാര്യങ്ങളും ചെയ്യുന്നത് മാർത്താണ്ഡം ഏരിയ ബേസ് ചെയ്തിട്ടാണ്. ഇപ്പോൾ ലാസ്റ്റ് അഭിജയുടെ ഫോണാണ് സ്വിച്ച് ഓഫ് ആയിരിക്കുന്നത്. കുറച്ച് നാൾ കഴിയുമ്പോൾ ഈ ഫോൺ കേരളത്തിലെ ഏതെങ്കിലും സ്ത്രീയെ വിളിക്കാൻ വേണ്ടി സ്വിച്ച് ഓൺ ആവുമെന്ന്. പിന്നീട് കാണിക്കുന്നത് നത്ത് അടുത്ത ദിവസം സ്റ്റാൻലി മറ്റൊരു പെൺകുട്ടിയുമായിട്ട് കാറിൽ കയറി പോകുന്നുണ്ട്.
അവളുടെ കയ്യിൽ നിന്ന് ഫോൺ നമ്പറൊക്കെ വാങ്ങിക്കുന്നത് നമ്മളെ കാണിക്കുന്നുണ്ട്. മാർത്താണ്ഡം ബേസ്ഡ് ആണ് ആ കൊലപാതകി എല്ലാ കൊലപാതകങ്ങളും പ്ലാൻ ചെയ്യുന്നതും അത് എക്സിക്യൂട്ട് ചെയ്യുന്നതും മനസ്സിലാക്കിയെന്നത് ആ പോലീസ് സ്റ്റേഷനുമായിട്ട് ബന്ധപ്പെടുകയാണ്. അവിടെ ചെല്ലുമ്പോൾ അവിടുത്തെ ഒരു പോലീസുകാരൻ പറയുന്നുണ്ട്, സ്റ്റാൻലി എന്ന് പറയുന്ന ഒരു പോലീസുകാരൻ ഈ കേസ് കണ്ടിട്ട് കൂടുതൽ ഇൻട്രസ്റ്റ് കാണിച്ചുകൊണ്ട് തന്നെ അയാളെ ഞാൻ ഈ കേസിലേക്ക് നിങ്ങളുടെ കൂടെ വിട്ടയക്കാമെന്ന് പറയുന്നു. സോ നത്തിനും അവിടെ ഒരു ലോക്കൽ സപ്പോർട്ട് പോലീസിൽ നിന്ന് ആവശ്യമായതുകൊണ്ട് തന്നെ സ്റ്റാൻലി എന്ന് പറയുന്ന ആ പോലീസുകാരനെ അവരുടെ കൂടെ ജോയിൻ ചെയ്യുന്നു. അത് മറ്റാരുമല്ല, നമ്മുടെ സൈക്കോപാത്തായ സ്റ്റാൻലി തന്നെ ആയിരുന്നു. അങ്ങനെ സ്റ്റാൻലി നത്തിൻ്റെ കൂടെ തനിക്കെതിരെയുള്ള കേസ് കണ്ടുപിടിക്കാനായിട്ട് ആരംഭിക്കുകയാണ്. അതിനുശേഷം പതുപോലെ ഫിസിക്കൽ റിലേഷൻഷിപ്പ് കഴിഞ്ഞ് അബോർഷണൽ ടാബ്ലറ്റുമായിട്ട് സ്റ്റാൻലി ഒരു പെൺകുട്ടിയുമായിട്ട് KSRTC ബസ്സിലെ ബാത്റൂമിലേക്ക് പറഞ്ഞു വിടുകയാണ്. ഛർദ്ദിക്കാൻ സാധ്യതയുണ്ട്, അതുകൊണ്ട് നീ ബാത്റൂമിൽ കയറി ഈ മരുന്ന് കഴിച്ച് 10 മിനിറ്റ് കഴിഞ്ഞ് ഇറങ്ങി വന്നാൽ മതി എന്ന് പറഞ്ഞിട്ടാണ് അവൻ ആ പെൺകുട്ടിയെ അകത്തേക്ക് വിടുന്നത്. അവൾ അകത്തേക്ക് കയറി വാതിലടയ്ക്കുന്നത് കണ്ടിട്ട് അവൻ അവിടെ നിന്ന് രക്ഷപ്പെടുന്നു. മാർത്താണ്ഡത്ത് വെച്ച് കേസ് അന്വേഷിക്കുന്നതിന്റെ ഭാഗമായിട്ട് സ്റ്റാൻലിയും നത്തും ആനന്ദും കാറിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സ്റ്റാൻലി ചോദിക്കുന്നുണ്ട്, എന്തുകൊണ്ടാണ് സാറിന് നത്ത് എന്ന പേര് വന്നത്? അപ്പോൾ ആനന്ദ് പറയുന്നുണ്ട്, പക്ഷികളിൽ ഏറ്റവും ബുദ്ധിയുള്ള ജീവിയാണ് നത്ത്, അതുകൊണ്ടാണ് ഇയാളെല്ലാം നത്ത് എന്ന് വിളിക്കുന്നതെന്ന് ആനന്ദ് പറയുന്നു. പക്ഷേ നമ്മുടെ നത്ത് പറയുന്നു, ശരിക്കുള്ള റീസൺ അതല്ല, അതെനിക്ക് പുറത്ത് പറയാൻ പറ്റില്ലെന്ന്. അപ്പോൾ ആനന്ദ് ചോദിക്കുന്നുണ്ട്, എന്താ എ ആണോ എന്ന്? പറയുന്നത് എ ആണ്, പക്ഷെ നീ ഉദ്ദേശിക്കുന്ന എ അല്ല എന്ന് നത്ത് പറയുന്നു. ഈ സമയത്ത് സ്റ്റാൻലി പറയുന്നുണ്ട്, അയാളിപ്പോൾ 10-30 പെണ്ണുങ്ങളെല്ലാം കൊണ്ടിട്ടുണ്ടായോ ഇല്ലേ, ഇനി നമ്മൾ എങ്ങനെയാണ് അവനെ കണ്ടുപിടിക്കുക എന്ന്. ആ സമയത്ത് ആനന്ദ് പറയുന്നു, 10-30 ആകെ 11 പേരുടെ കേസിലെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടാവുള്ളൂ. അപ്പോൾ സ്റ്റാൻലി പറയുന്നു, അങ്ങനെയല്ല, അവൻ്റെ ഒരു പാറ്റേൺ വെച്ച് ഏകദേശം ഒരു 30 പേരെങ്കിലും ഈ സമയം കൊണ്ട് അവൻ കൊന്നിട്ടുണ്ടായിരിക്കുമെന്ന്. അപ്പോൾ നത്ത് പറയാണ്, ശരിയാണ്, അതിനുള്ള ചാൻസ് ഉണ്ടെന്ന്. ഈ സമയത്ത് നത്ത് പറയുന്നുണ്ട്, അഭിജയുടെ ഫോൺ അവൻ എന്തായാലും ഉടനെ ഓണാക്കും, അത് വെച്ചിട്ട് നമുക്ക് അവനെ എങ്ങനെയെങ്കിലും ട്രാപ്പ് ചെയ്യണമെന്ന്. ഈ സമയം ആ ഫോൺ സ്റ്റാൻലിയുടെ കയ്യിലുണ്ടായിരുന്നു. അവനെ വീട്ടിലിറക്കിയിട്ട് നത്ത് പോകുന്നു. വീട്ടിലോട്ട് പോകുന്ന വഴിക്ക് സ്റ്റാൻലി ആ ഫോൺ എടുത്തിട്ട് അടുത്തുണ്ടായിരുന്ന ഒരു പാറക്കല്ലിൽ വെച്ച് അത് തല്ലിപ്പൊട്ടിച്ച് അതിൻ്റെ ബാക്കി ഭാഗങ്ങളെല്ലാം കിണറ്റിൽ ഉപേക്ഷിക്കുകയാണ്. അടുത്ത ദിവസം ഇവരെല്ലാം പോലീസ് സ്റ്റേഷനിൽ ഓരോ ഫയൽസ് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയത്താണ് ആനന്ദിന്റെ കണ്ണിൽ ഒരു കാര്യം പെടുന്നത്. ഷഹാനയുടെ ഫോൺ ഓണായെന്ന് അവിടെ അടുത്തുള്ള ഒരു KSRTC സ്റ്റാൻഡിൽ ബാത്റൂമിൽ ഒരു പെൺകുട്ടി സൂയിസൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ സമയത്ത് നത്ത് ഇത് വിളിച്ച് സ്റ്റാൻലിയെ പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ കന്യാകുമാരിയിൽ നിന്ന് കാണാതായ പെൺകുട്ടിയുടെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്ന ഒരു ബോഡി അവിടെ നിന്നും കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു. സോ നത്ത് കന്യാകുമാരിയിൽ പോയിട്ട് ആ മിസ്സിംഗ് ആയ പെൺകുട്ടി തന്നെയാണോ ആ ബോഡിയുടെ ഉടമ എന്ന് ഐഡൻറ്റിഫൈ ചെയ്ത് അത് ഉറപ്പാക്കുന്നു. ഈ സമയം തന്നെ ആനന്ദും ഷഹനയാണ് അന്ന് ബാത്റൂമിൽ മരിച്ചു കിടന്നതെന്ന കാര്യം ഉറപ്പാക്കുകയാണ്. സോ ബോഡി പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടർ പറയുന്നുണ്ട്, അത് സൈനൈഡ് ആവാനാണ് കാരണം ഇവരുടെ കുടലിൽ ഭയങ്കര ഒരു ദുർഗന്ധമുണ്ടായിരുന്നു. അത് മാത്രമല്ല ഇവരുടെ ദേഹത്തൊക്കെ ഒരു പിങ്ക് കളർ ഉണ്ടായിരുന്നു. സൈനൈഡ് എന്ന കെമിക്കൽ ചെല്ലുമ്പോഴാണ് ഇങ്ങനെയൊരു പ്രശ്നം ഈ ശരീരത്തിലൊക്കെ കാണപ്പെടുന്നത്. ഇത് കഴിച്ചു കഴിഞ്ഞാൽ അപ്പം തന്നെ മരണപ്പെട്ടു പോകുമല്ലോ. അതുകൊണ്ട് സൈനൈഡ് തന്നെയാണ് ഈ എല്ലാ മരണങ്ങളുടെയും കാരണമെന്ന് നത്തിൻ്റെ അടുത്ത് ആ ഫോറൻസിക് ഉദ്യോഗസ്ഥൻ പറഞ്ഞു കൊടുക്കുകയാണ്. ഈ മരിച്ചുപോയ പെൺകുട്ടികളൊന്നും ആരും റേപ്പ് ചെയ്തല്ല. അവരെല്ലാം അവരുടെ താല്പര്യത്തോട് തന്നെയാണ് അവിടെ അവർ സെക്സിൽ ഇൻ്റർകോഴ്സ് നടന്നിരിക്കുന്നത്. ആരെയും ഫോഴ്സ് ചെയ്തിട്ടില്ല. പിന്നെ ഇവരുടെ ശരീരത്ത് ലവ് ബൈറ്റ്സ് പോലെ കുറച്ച് മാർക്കും കണ്ടിട്ടുണ്ട്. നത്തിൻ്റെ ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥൻ പറയുകയാണ്, ഇങ്ങനെ ഒരു പാറ്റേണിലും ഒരു സൈക്കോപാത്തും ഇന്ത്യയിൽ ഇതുവരെ ഇങ്ങനെ കൊലപാതകങ്ങൾ നടത്തിയിട്ടുണ്ടാവില്ലെന്ന്. മരിച്ചുപോയ പെൺകുട്ടികളുടെ പേഴ്സണൽ സാധനങ്ങൾ പരിശോധിക്കുമ്പോൾ ഫോറൻസിക് ഉദ്യോഗസ്ഥൻ പറയുന്നുണ്ട്, അതിൽ ഈ ഒരു പിൻ മാത്രം വ്യത്യസ്തമാണ്. അത് യൂണിഫോമുമായിട്ട് അവരുടെ നെയിം പിൻ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന പിന്നാണ്. കൂടാതെ അതിൽ നിന്ന് കിട്ടിയ പേപ്പർ പോലീസുകാർ യൂഷ്വലി നോട്ട് എഴുതാൻ വേണ്ടി കൊണ്ടു നടക്കുന്ന പേപ്പറിൻ്റെ ഒരു ഹാഫ് കഷ്ണമാണെന്ന് പറയും. മരിച്ചുപോയ കുട്ടികളുടെയൊക്കെ കുറേ ഫോണുകളെല്ലാം ഒരു കടയിൽ നിന്ന് എടുത്തിട്ടുള്ളതാണെന്ന് പിന്നീട് സൈബർ സെൽ വഴി ഇവർക്ക് മനസ്സിലാവുന്നു. അവിടെ ചെല്ലുമ്പോഴാണ് മനസ്സിലാവുന്നത്, ആ കടയിൽ പണ്ട് പോലീസുകാർ കുറച്ച് റെയ്ഡ് നടത്തി ഫോണെല്ലാം എടുത്തിട്ട് പോയിരുന്നു. തിരിച്ചു വന്നപ്പോൾ കുറച്ച് ഫോണുകൾ മിസ്സായിട്ടാണ് തന്നത്. ആ മിസ്സായ ഫോണുകൾ ഉപയോഗിച്ചാണ് ഈ കൊലയാളി ഈ കോളുകളെല്ലാം ചെയ്തിരിക്കുന്നത്. നത്തപ്പോൾ വിചാരിക്കുന്നത് കേരളത്തിലുള്ള ആ പോലീസ് സ്റ്റേഷൻ ആയിരിക്കുമെന്നാണ്. പക്ഷേ അയാൾ പറയുന്നു, ഇതൊരു ബോർഡർ സ്ഥലമായതുകൊണ്ട് തന്നെ രാജകമംഗലം പോലീസ് സ്റ്റേഷനിലെ ആളുകളാണ് ഇതെടുത്തിട്ട് പോയെന്ന്. അപ്പോൾ അവർക്ക് മനസ്സിലാവുന്നുണ്ട് ഏതോ പോലീസ് സ്റ്റേഷനിലുള്ള പോലീസാണ് ഇതിന് പിന്നിലെന്ന്. നത്തും ആനന്ദും നേരെ രാജകമംഗലം പോലീസ് സ്റ്റേഷനിൽ നിന്നിട്ട് ആ സമയത്ത് ഇവിടെ ഉണ്ടായിരുന്ന പോലീസ് ഉദ്യോഗസ്ഥരുടെയൊക്കെ ഡീറ്റെയിൽസ് എടുക്കുകയാണ്. ഈ സമയം നമ്മുടെ നത്തിന് സൈബർ സെല്ലിൽ നിന്ന് ഫോൺ വരികയാണ്. ഷർണിയുടെ ഫോൺ സ്വിച്ച് ഓൺ ആയിട്ടുണ്ട്, ആ സെയിം സിം തന്നെയാണ് അതിനുള്ളിൽ ഉള്ളതെന്ന്. മേ ബി അറിയാതെ ഫോൺ ഓൺ ആയതായിരിക്കുമെന്ന് നത്തു പറയുന്നുണ്ട്. നെക്സ്റ്റ് അവർ ആ ലൊക്കേഷൻ കണ്ടുപിടിച്ച ആ സൈബർ സെല്ലിലെ ഓഫീസറുമായിട്ട് ആ ലൊക്കേഷനുള്ള സ്ഥലത്തേക്ക് പോവുകയാണ്. അവിടെ ചെന്ന് നത്ത് ഫോൺ വിളിച്ച് നോക്കുമ്പോൾ ഗ്രൗണ്ട് ഫ്ലോറിലുള്ള ഒരു യുവതിയാണ് വന്ന് വാതിൽ തുറക്കുന്നത്. അത് നമ്മുടെ സ്റ്റാൻലിയുടെ വൈഫായിരുന്നു. പക്ഷേ സ്റ്റാൻലിയുടെ വൈഫ് തൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിലേക്ക് വന്നതാണ്. ആ പുള്ളിക്കാരിയുടെ ഹസ്ബൻഡ് മണി ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണ്. മണിയെ പറ്റി നത്ത് അന്വേഷിക്കുന്നുണ്ട്. അദ്ദേഹം രാവിലെ ഡ്യൂട്ടിക്ക് പോയതാണെന്ന് അറിയുന്നു. വൈഫ് മണിയെ വിളിക്കുന്നുണ്ടെങ്കിലും കിട്ടുന്നില്ല. ഈ സമയത്ത് സ്റ്റാൻലിയുടെ വൈഫ് സ്റ്റാൻലിയെ അങ്ങോട്ടേക്ക് വിളിക്കുന്നു. ആ സമയം സ്റ്റാൻലി വരുമ്പോൾ നത്ത് പറയുന്നു സ്റ്റാൻലിയുടെ അടുത്ത് രഹസ്യമായിട്ട് മണിയാണ് ഈ കൊലപാതകങ്ങളെല്ലാം ചെയ്യാൻ സാധ്യതയെന്ന്. പക്ഷെ സ്റ്റാൻലി ഇപ്പോൾ പറയുന്നുണ്ട്, എനിക്കവനെ വർഷങ്ങളായിട്ടറിയാം, അവൻ ഇങ്ങനെ ചെയ്യാൻ ഒരു ചാൻസും കാണില്ല, അവനൊരു പഞ്ചപാവമാണെന്ന്. എന്തായാലും കിട്ടിയ തെളിവുകളെല്ലാം കൊണ്ട് അവർ പോലീസ് സ്റ്റേഷനിലേക്ക് പോവുകയാണ്.
ഈ സമയം പോലീസ് സ്റ്റേഷനിൽ നത്തും സ്റ്റാൻലിയും കൂടി ഡിസ്കസ് ചെയ്യുകയാണ്. ഇവൻ ഫോണുകളെല്ലാം ഒളിപ്പിച്ചു വെച്ച സമയത്ത് കുട്ടിയുടെ കയ്യിൽ ഒരെണ്ണം കിട്ടിയിട്ട് അതവൾ അവളുടെ മുറിയിൽ കൊണ്ട് വെച്ചതാകാം, അല്ലാതെ മണി മനഃപൂർവ്വം അത് വീട്ടിൽ വെച്ചിട്ട് പോയതായിരിക്കില്ല. എന്തായാലും അവൻ്റെ ഫോൺ സ്വിച്ച് ഓഫ് ആണ്, അവൻ മിസ്സിംഗ് ആണ്, അവനെ കണ്ടുപിടിക്കുക തന്നെ വേണമെന്ന് രണ്ടുപേരും പറയുന്നുണ്ട്. ഈ സമയം സ്റ്റാൻലി പറയുന്നുണ്ട് അവന് കുറെ ഗുണ്ടകളുമൊക്കെ ആയിട്ട് കണക്ഷൻ ഉണ്ട്, അവരും ആരെങ്കിലുമായി ബന്ധപ്പെട്ടായിരിക്കും അവൻ ഈ കാര്യങ്ങളൊക്കെ ചെയ്തതെന്ന്. പക്ഷെ ശരിക്കും എന്താ നടന്നതെന്ന് നമ്മളെ ഇപ്പോൾ കാണിക്കുന്നുണ്ട്. സ്റ്റാൻലി മണിയെ ഒരു വിദൂരമായ സ്ഥലത്തേക്ക് വിളിച്ചു വരുത്തിയിട്ട് ലൈറ്റർ എടുക്കാൻ വേണ്ടി കാറിനകത്തേക്ക് വിടുമ്പോൾ പുറകിൽ കൂടെ വന്ന് അവനെ ശ്വാസം മുട്ടിച്ച് കൊന്നതാണ്. അതിനുശേഷം അവന്റെ ബോഡി ഡിസ്പോസ് ചെയ്യുകയാണ് ഉണ്ടായിരുന്നത്. എന്നിട്ട് തന്റെ കുറ്റമെല്ലാം മണിയുടെ മേൽ വെച്ച് കെട്ടിയിരിക്കുകയാണ്. മണിയെ കൊന്നത് സ്റ്റാൻലി ആയതുകൊണ്ട് തന്നെ പ്രതികാരമൊന്നും ഇല്ലാത്തതുകൊണ്ടും തന്നെ അവന്റെ ഫോട്ടോ ബ്ലാക്ക് ഇങ്കിൽ വരയ്ക്കുകയാണ്. മണി മിസ്സിംഗ് ആയതുകൊണ്ട് തന്നെ ആ കേസ് ഏതാണ്ടൊക്കെ വൈൻഡപ്പ് ചെയ്തിരിക്കുന്നു. പോലീസുകാരൻ അയാളുടെ അടുത്ത് പൂന്തുറയിലെ കേസ് അന്വേഷിക്കാനായി പറയുന്നുണ്ട്. ആ സമയത്ത് നത്ത് പറയുന്നുണ്ട് മണി മിസ്സിംഗ് ആണെങ്കിലും അവനൊരിക്കലും ഈ കൊലപാതകം നിർത്താൻ കഴിയില്ല. കാരണം പണ്ട് ഞാൻ പോലീസ് ആയിരുന്ന സമയത്ത് ഒരു വീട്ടിൽ താമസിക്കാൻ ചെന്നപ്പോൾ അവിടെ ഭയങ്കര എലിയുടെ ശല്യമായിരുന്നു. ആ എലികളെയൊക്കെ ആദ്യം കൊല്ലാൻ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പക്ഷെ പിന്നീട് കൊന്നു വന്നപ്പോൾ എനിക്ക് അവയെ കൊല്ലാതെ ഒരു ദിവസം പോലും ഇരിക്കാൻ വയ്യാത്ത അവസ്ഥയായിരുന്നു. ഇതേ അവസ്ഥയാണ് മണിക്കുള്ളത്. അതുകൊണ്ട് അവൻ എന്തായാലും ഒരു അടുത്ത കൊല ചെയ്യുമെന്ന് പറയുന്നു. പോലീസ് ഉദ്യോഗസ്ഥൻ അവൻ്റെ അടുത്ത് പൂന്തുറയിലെ കേസിന്റെ കാര്യം ഇനി നീ നോക്കണമെന്ന് പറയുമ്പോൾ അത് ഞാൻ നോക്കിക്കൊള്ളാം, പക്ഷേ മണിയുടെ കേസ് ഞാൻ എന്തായാലും ഫോളോ ചെയ്തോട്ടെ എന്ന് ചോദിക്കുന്നു. പോലീസുകാരൻ അത് സമ്മതിച്ചു കൊടുക്കുന്നു. അടുത്ത ദിവസം സ്റ്റാൻലി ന്യൂസ് കണ്ടുകൊണ്ടിരിക്കുമ്പോഴാണ് ഒരു ഫോറൻസിക് ഉദ്യോഗസ്ഥന്റെ വാർത്തയുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ കാണുന്നത്. ആ ടൈമിൽ ഒരു റിട്ടയർഡ് ഫോറൻസിക് ഉദ്യോഗസ്ഥനെ വിളിച്ചിട്ട് സ്റ്റാൻലി തന്റെ സംശയങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. അതിനുശേഷം സ്റ്റാൻലി തന്റെ അടുത്ത ഇരയെ പിടിക്കാനുള്ള നീക്കവുമായി മുന്നോട്ട് പോവുകയാണ്. പിന്നീട് കാണിക്കുന്നത് സ്റ്റാൻലി ഒരു ലേഡിയുമായിട്ട് ലോഡ്ജിലിരിക്കുന്നതാണ്. അവർക്കിടയിൽ ഒരു സെക്ഷൽ റിലേഷൻഷിപ്പ് കഴിഞ്ഞിട്ടുണ്ടെന്ന് ആ സീൻ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നുണ്ട്. ആ സമയത്ത് സ്റ്റാൻലി തൻ്റെ പേഴ്സിൽ നിന്നും ഒരു ടാബ്ലറ്റ് എടുത്ത് കഴിക്കുന്നു. ആ പെൺകുട്ടി ചോദിക്കുമ്പോൾ പറയുന്നുണ്ട് തനിക്ക് ഷുഗർ ഉണ്ടെന്നും അതിൻ്റെ ടാബ്ലറ്റ് ആണെന്നും. നീ ഷുഗർ ടെസ്റ്റ് ചെയ്യാറുണ്ടോ, ഇല്ലെങ്കിൽ എന്തെങ്കിലും ടെസ്റ്റ് ചെയ്യുന്ന സാധനമുണ്ട്, നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാമെന്ന് പറഞ്ഞിട്ട് ഒരു നീഡിൽ ഇഞ്ചെക്ട് ചെയ്ത് അവരുടെ ബ്ലഡ് എടുത്ത് ടെസ്റ്റ് ചെയ്ത് നോക്കുകയാണ്. പിന്നീട് കാണിക്കുന്ന നത്ത് തൻ്റെ കുട്ടികളോടൊപ്പം സമയം ചിലവാക്കുന്നതാണ്. ആ സമയത്ത് കുട്ടി ഞാൻ വലുതായാലുള്ള കാര്യമൊക്കെ പറയുമ്പോൾ അവന് ഒരു ടെൻഷൻ പോലെയാണ്. ഇവന്മാരെപ്പോലുള്ളവരുടെ ഇടയിലേക്കാണല്ലോ ഈ കുട്ടികളൊക്കെ വളർന്നു ചെല്ലുന്നത്. അതുകൊണ്ട് തന്നെ ഇത് യഥാർത്ഥ പ്രതിയെ പിടിക്കാത്തതുകൊണ്ട് നത്ത് വളരെ അസ്വസ്ഥനായിരുന്നു. അവൻ വീണ്ടും അവൻ ഇത്രയും നാളും കണ്ടുപിടിച്ച കാര്യങ്ങളൊക്കെ മനസ്സിലിട്ട് ഇങ്ങനെ ആലോചിക്കുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് നത്ത് ഒരു സ്ത്രീയുമായിട്ട് റിലേഷൻഷിപ്പ് എല്ലാം കഴിഞ്ഞ് കാറിലിങ്ങനെ പോകുന്നതാണ്. ആ സമയത്ത് അവൻ സിഗരറ്റ് വലിക്കാനായിട്ട് വെള്ളോട്ടിറങ്ങുമ്പോൾ ആ പെൺകുട്ടി കാറിലിങ്ങനെ തപ്പുമ്പോൾ അവിടുന്ന് ഒരു മൊബൈൽ ഫോൺ കിട്ടുകയാണ്. അവർക്ക് അത് കണ്ടൊരു കൗതുകം തോന്നിയിട്ട് അവരത് സ്വിച്ച് ഓൺ ആക്കി വെക്കുന്നുണ്ട്. കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞിട്ട് നമ്മുടെ നത്ത് ഒരു മീറ്റിംഗ് പങ്കെടുത്തുകൊണ്ടിരിക്കുമ്പം സൈപ്രസിൽ നിന്ന് ആ സാറ് വിളിച്ച് പറയുന്നുണ്ട് മിസ്സായ ഒരു മൊബൈൽ ഫോൺ സ്വിച്ച് ഓൺ ആയിട്ടുണ്ടെന്ന്. അത് കേട്ടിട്ട് നത്ത് പെട്ടെന്ന് സൈബർ സെൽ ഓഫീസിലേക്ക് വരികയാണ്. അവിടെ വരുമ്പോഴാണ് അറിയുന്നത് ആ സ്വിച്ച് ഓൺ ആയ സമയത്ത് അത് വേറൊരു നമ്പറിലേക്ക് വിളിച്ചിട്ടുണ്ടെന്ന്. സോ ആ നമ്പറിൻ്റെ അഡ്രസ്സ് തപ്പി പിടിച്ച് ആനന്ദും അതുപോലെ നത്തും അവിടേക്ക് ചെല്ലുകയാണ്. അവിടെ ചെല്ലുമ്പോൾ ആ പെൺകുട്ടിയുടെ ഫാദർ ഇൻ ലോ ആയിരുന്നു ഉണ്ടായിരുന്നത്. അയാൾ പറയും അവർ ദുബായ് വരെ പോയിരിക്കുകയാണ്, ഒരു മെഡിക്കൽ എമർജൻസി പോയതാണ്, 2 ദിവസം കഴിയുമ്പോൾ വരും, അത് കഴിഞ്ഞ് കാണാം, കാരണം അവരിപ്പോൾ റെസ്റ്റിലാണെന്നുള്ള കാര്യം പറയും. ഇത് കേട്ടിട്ട് നത്ത് തിരിച്ചു പോവുകയാണ്. ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ആ പുള്ളിക്കാരുടെ ഹസ്ബൻഡിന് അനിയുമെന്ന് പറയും, സാർ കാര്യം എന്താണ്, ഞങ്ങളുടെ ചേട്ടത്തിയമ്മ ഇന്ന് രാവിലെ മരിച്ചു പോയിരുന്നു, അറ്റാക്ക് ആയിരുന്നു, അച്ഛൻ്റെ അടുത്ത് അത് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, അതുകൊണ്ടാണ് കാര്യം തിരക്കുന്നതെന്ന് പറയും. ഇതിൽ സംശയം തോന്നുന്നത് വീട്ടുകാരെ നിർബന്ധിച്ച് അതൊരു പോസ്റ്റ്മോർട്ടത്തിന് അയക്കുകയാണ്. അപ്പോഴാണ് ആ സർജൻ പറയുന്നത് ആ പെൺകുട്ടിയുടെ ഉള്ളിൽ ഇൻഡ്യൂസ്ഡ് അറ്റാക്കിനായിട്ടുള്ള ഒരു മെഡിസിൻ ചെന്നിട്ടുണ്ട്. അന്ന് വേറൊരു പെൺകുട്ടിയുടെ ഷുഗറും നോക്കിയിട്ടുണ്ടായിരുന്നില്ലേ, ഇവർക്കൊക്കെ ക്രമേണ അറ്റാക്ക് വരത്തേയുള്ളൂ, പെട്ടെന്ന് അറ്റാക്ക് ഉണ്ടാവില്ല. ഇഞ്ചെക്ട് ചെയ്ത മരുന്നിൻ്റെ അളവനുസരിച്ചിരിക്കും അറ്റാക്ക് വരുന്നത്. കൂടുതൽ ഡോസ് ആണെങ്കിൽ അപ്പോൾ തന്നെ മരിച്ചു പോകും, ഡോസ് കുറവാണെങ്കിൽ ഇത് 2-3 ദിവസം കഴിഞ്ഞ് മരണപ്പെടുകയുള്ളൂ. അങ്ങനെയാണ് റീസെൻ്റായിട്ട് നടന്ന 2 കൊലപാതകങ്ങളും സ്റ്റാൻലി ചെയ്തിരിക്കുന്നത്. ഈ ഡൗട്ടായിരുന്നു അന്ന് ആ ഫോറൻസിക് ഉദ്യോഗസ്ഥനെ സ്റ്റാൻലി വിളിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. ഈ കാര്യങ്ങളെല്ലാം മേലുദ്യോഗസ്ഥനുമായിട്ട് ഡിസ്കസ് ചെയ്ത് നത്ത് പിന്നീട് സ്റ്റാൻലിയെ വിളിച്ചിട്ട് ഈ കാര്യങ്ങളൊക്കെ പറയുകയാണ്. അവൻ ഇതുവരെ കൊലപാതകങ്ങളൊന്നും നിർത്തിയിട്ടില്ലെന്നും പിന്നെയും ഇരയെ കണ്ടിന്യൂ ചെയ്ത് കൊന്നുകൊണ്ടിരിക്കുകയാണെന്ന് പറയും. ഈ സമയത്ത് സ്റ്റാൻലി മറ്റൊരു പെൺകുട്ടിയെ അവിടെ വളച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആ ടൈമിലാണ് പോലീസ് ഉദ്യോഗസ്ഥൻ വിളിച്ച് അവൻ്റെ കൊലപാതക പരമ്പര നിർത്തിയിട്ടില്ലെന്നും ഇതുപോലെ ഇൻഡ്യൂസ്ഡ് അറ്റാക്ക് ചെയ്തിട്ടാണ് ആളുകളെ കൊല്ലുന്നതെന്നും പറയുന്നത്. ഇത് കേട്ട് ഡിസ്റ്റർബ്ഡായ സ്റ്റാൻലി അവിടെ നിന്ന് ആ പെൺകുട്ടിയെ വളയ്ക്കാതെ തന്നെ എഴുന്നേറ്റ് പോവുകയാണ്. പിന്നീട് സ്റ്റാൻലി മറ്റൊരു പെൺകുട്ടിയെ വളച്ചുകൊണ്ടിരിക്കുന്നതാണ് കാണുന്നത്. അതിൽ ആ പെൺകുട്ടി പറയുന്നുണ്ട് എൻ്റെ മകൾ ഈയിടെയായിട്ട് അച്ഛനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്, അവളുടെ അച്ഛൻ മരിച്ചു പോയെന്ന കാര്യം അവർക്ക് അറിയാമെങ്കിൽ പോലും അവൾ വീണ്ടും അത് ചോദിക്കുന്നു, അതുകൊണ്ടാണ് മറ്റൊരു റിലേഷൻഷിപ്പിലേക്ക് പോകുന്നതിനെ പറ്റി ഞാൻ ആലോചിക്കുന്നതെന്ന്. ആ സമയത്ത് സ്റ്റാൻലി ലോഡ്ജെടുത്ത് താമസിക്കുന്ന കാര്യമൊക്കെ ആ പെൺകുട്ടിയുടെ അടുത്ത് പറയുന്നുണ്ട്. അടുത്ത ദിവസം അവർ റൂം എടുത്ത് ലോഡ്ജിൽ താമസിക്കാനാണ് പ്ലാൻ ചെയ്യുന്നത്. ആ പെൺകുട്ടിക്ക് ഒരു മകളാണുള്ളത്. അവൾക്കും അറിയാം അമ്മ പുതിയൊരു കല്യാണം കഴിക്കാൻ പോകുന്ന കാര്യമൊക്കെ.
പിന്നീട് കാണിക്കുന്നത് ആനന്ദും നത്തും കൂടെ വണ്ടി ഓടിച്ച് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ആനന്ദ് പറയുന്നുണ്ട്, ഇത്രയും പെൺകുട്ടികളെ അവൻ കൊല്ലണമെങ്കിൽ തീർച്ചയായും എത്ര പെൺകുട്ടികളെ അവൻ ട്യൂൺ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടായിരിക്കുമെന്ന്. ഈ പറഞ്ഞ കാര്യം നത്തിന് പെട്ടെന്ന് സ്ട്രൈക്ക് ചെയ്യുന്നു. അവൻ എത്രയും പെട്ടെന്ന് പോലീസ് ജീപ്പ് തിരിച്ച് പോലീസ് സ്റ്റേഷനിലേക്ക് പോകാനായിട്ട് പറയുന്നു. അവിടെ ചെന്നിട്ട് കുറച്ച് ഫയൽസ് തപ്പുകയാണ്. പിന്നീട് അവർ നേരെ പോകുന്നത് മുട്ടത്താണ്. അതായത് പണ്ട് ഒരു ഫോൺ കളഞ്ഞു പോയി എന്ന് പറഞ്ഞൊരു കേസ് വന്നിട്ടുണ്ടായിരുന്നല്ലോ. അവിടുന്ന് ആരും മിസ്സായിട്ടുണ്ടായില്ല എന്നും അവിടുത്തെ ആ പയ്യൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവൻ്റെ അടുത്ത് ചെന്നിട്ട് ഇവർ ഒന്നുകൂടെ ചോദിക്കുകയാണ്, എൻ്റെ അമ്മയുടെ ഫോൺ മോഷണം പോയി എന്ന് പറയുന്നതിന് മാർച്ച് 4-ാണ്. അതിനു മുമ്പ് അത് പ്രത്യേക ഒരു പാറ്റേൺ ഉണ്ടായിരുന്നു. രാവിലെ എവിടെയോ ജോലിക്ക് പോകുന്നു, തിരിച്ചു വരുന്നു, എങ്ങനെയായിരുന്നു അതിൻ്റെ പാറ്റേൺ. ആ ടൈമിലാണ് അതിലേക്ക് കുറേ കോൾ വന്നുകൊണ്ടിരുന്നത്. പിന്നീട് അത് മോഷണം പോയി കഴിഞ്ഞിട്ടല്ല അതിലേക്ക് ഫോൺ കോൾസ് വന്നിട്ടുണ്ടായിരുന്നത്. സോ ആ കോൾ എടുത്ത് ആരോ സംസാരിച്ചിട്ടുണ്ടെന്ന് പറയുന്നു. ആ പയ്യൻ പറയുന്നു, അതെൻ്റെ അമ്മയുടെ ഫോണാണ്, ഞാനാണ് അത് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്, അങ്ങനെ ഒരു കോൾ വന്നായിട്ട് എനിക്ക് ഓർമ്മയില്ലെന്ന്. അവരൊന്നുകൂടെ പേടിപ്പിക്കുമ്പോഴും അവൻ സത്യം പറയുന്നുണ്ട്. ആക്ച്വലി അവൻ്റെ പെങ്ങളായിരുന്നു ആ ഫോൺ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അവൾക്ക് മറ്റൊരു പുരുഷനുമായിട്ട് ബന്ധമുണ്ടായിരുന്നു. സോ കല്യാണത്തിന് മുന്നേ അവൾ പ്രഗ്നൻ്റ് ആവുന്നു. ആ കാമുകൻ അവളെ തേച്ചിട്ട് പോകുന്നു. വീട്ടുകാരെ പോലും അറിയിക്കാതെയാണ് ഞാൻ എൻ്റെ പെങ്ങളെ വേറൊരാൾക്ക് കല്യാണം കഴിച്ചു കൊടുത്തത്. സുന്ദരമായ ഒരു കുളന്തയുണ്ടെന്നുള്ള സന്തോഷത്തിൽ അവർ ഒരുമിച്ച് ജീവിക്കുകയാണ്. ഇപ്പോഴും അവളുടെ ഹസ്ബൻഡ് അറിയില്ല ആ കുഞ്ഞ് അയാളുടെ അല്ലെന്നുള്ള കാര്യം. അവിടെ ചെല്ലുമ്പോൾ ദിവ്യ സത്യങ്ങളെല്ലാം പറയുന്നുണ്ട്. അയാൾ എന്നെ ചതിച്ചിട്ട് പോയി, ഞാൻ പ്രഗ്നൻ്റ് ആയിരുന്നു, അതിനുശേഷമാണ് ഞാൻ കല്യാണം കഴിച്ചത്. പക്ഷേ എൻ്റെ ഭർത്താവിന് ഇപ്പോഴും അറിയില്ല ആ കുട്ടി അയാളുടെ അല്ലെന്നുള്ള കാര്യം. ഈ സമയത്ത് മണിയുടെ ഫോട്ടോ കാണിച്ച് നത്ത് ചോദിക്കുന്നുണ്ട്, ഇയാളെ ആയിരുന്നു നീ സ്നേഹിച്ചിട്ടുണ്ടായിരുന്നെന്ന്. മണിയുടെ ഫോട്ടോ കണ്ടിട്ട് ദിവ്യ പറയുകയാണ്, അയ്യോ ഇയാളല്ല എന്ന്. ആ സമയത്ത് നത്ത് ഞെട്ടിപ്പോകുന്നു. തൻ്റെ കണ്ടെത്തലുകൾ എന്തോ തെറ്റ് പറ്റിയിട്ടുണ്ടെന്ന് പുള്ളിക്ക് മനസ്സിലാവുന്നു. സോ നീ കണ്ട ആളെ ഒന്ന് വരയ്ക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യാമോ എന്ന് ചോദിക്കുമ്പോൾ, അയ്യോ അത് പറ്റില്ല, എൻ്റെ ഹസ്ബൻഡ് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ആകെ പ്രശ്നമാവുമെന്ന് പറയുന്നു. അപ്പോഴാണ് ആ നത്ത് സത്യങ്ങളെല്ലാം പറയുന്നത്. അന്ന് അയാൾ തന്ന മെഡിസിൻ കഴിക്കാത്തതുകൊണ്ട് മാത്രമാണ് നീ ഇപ്പോൾ ജീവിച്ചിരിക്കുന്നത്. അതിനകത്ത് സൈനൈഡ് ഉണ്ടായിരുന്നു. നിന്നെപ്പോലെ അവൻ്റെ ട്രാപ്പിൽപ്പെട്ട 30ഓളം പെൺകുട്ടികളാണ് ഇപ്പോൾ തന്നെ മരിച്ചു കഴിഞ്ഞിരിക്കുന്നത്. സോ നീ എന്തായാലും ഹെൽപ്പ് ചെയ്യണമെന്ന് പറയുന്നു. അങ്ങനെ അവൾ അതിനെ സമ്മതിക്കുകയാണ്. പക്ഷേ അടുത്ത ദിവസം സ്റ്റാൻലി ഈ വിവരങ്ങൾ എങ്ങനെയോ അറിഞ്ഞിട്ട് ദിവ്യയുടെ വീട്ടിൽ ചെന്നിട്ട് കുഞ്ഞിനെ വെച്ച് അവളെ ഭീഷണിപ്പെടുത്തുന്നു. ദിവ്യ അപ്പോൾ തന്നെ പോലീസിനെ വിളിച്ച് പറയുന്നുണ്ട്, എൻ്റെ ഹസ്ബൻഡ് നിങ്ങളിവിടെ വന്ന കാര്യം പറഞ്ഞു, അതുകൊണ്ട് ദയവ് ചെയ്ത് ഇനി എന്നെ ശല്യപ്പെടുത്തരുത്, ഞാൻ ഒന്നിനും ഇനി വരില്ല എന്ന് പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്യുന്നു. ആ ടൈമിലാണ് നത്തിന് ഒരു ഐഡിയ തോന്നുന്നത്. ഇവർ സ്ഥിരമായിട്ട് പൊക്കോണ്ടിരുന്ന ബസ്സിലെ കണ്ടക്ടറിനെ പോയി കാണുന്നു. സോ ദിവ്യയുടെ കൂടെ എപ്പോഴും വരാറുണ്ടായിരുന്ന ആ പുരുഷനെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അയാൾ ചെറുതായിട്ട് ഓർമ്മയുണ്ടെന്ന് പറയുന്നു. സോ അയാളെ ഒരു ഡ്രോയിങ് ആർട്ടിസ്റ്റിൻ്റെ അടുത്ത് കൊണ്ടുപോകാനായിട്ട് നത്ത് തീരുമാനിക്കുകയാണ്. അങ്ങനെ ആനന്ദും നത്തും ഒരു ഡ്രോയിങ് ആർട്ടിസ്റ്റും കൂടെ ആ കണ്ടക്ടറിൻ്റെ വീട്ടിലേക്ക് പോകുന്ന വഴിക്കാണ് സ്റ്റാൻലി വിളിച്ചിട്ട് കേസിൻ്റെ അപ്ഡേറ്റ്സ് ഒക്കെ എന്തായും ചോദിക്കുന്നു. ദിവ്യയെ കൊണ്ട് ഇനി എന്തെങ്കിലും പ്രയോജനമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഇനി അവളെ കൊണ്ടാക്കിയിട്ട് കാര്യമില്ലെന്നും നത്ത് പറയുന്നുണ്ട്. കൂടാതെ അവർ സഞ്ചരിച്ചുകൊണ്ടിരുന്ന ആ ബസ്സിൻ്റെ കണ്ടക്ടറുടെ അടുത്ത് ഒരു ഡ്രോയിങ് ആർട്ടിസ്റ്റിനെ കൊണ്ട് പോകാമെന്ന് പറയും. ഇത് കേട്ട് സ്റ്റാൻലി ഭയങ്കര പരിഭ്രാന്തനായി, ഞാനും അവിടേക്ക് എത്തിയേക്കാം, ലൊക്കേഷൻ എനിക്ക് അയച്ചു തന്നേക്കുമെന്ന് പറയുന്നു. നത്ത് ആ ലൊക്കേഷൻ അയച്ചു കൊടുക്കുന്നുണ്ട്. ആ സമയത്ത് പുള്ളി പറഞ്ഞു കൊടുത്ത പോലെ ഡ്രോയിങ് ആർട്ടിസ്റ്റ് ഇത് വരയ്ക്കുന്നു. ഈ സമയത്ത് നമ്മുടെ സ്റ്റാൻലി നേരെ അവൻ്റെ റൂമിൽ പോയിട്ട് ആ ഷുഗർ ടെസ്റ്റ് ചെയ്യുന്ന മെഷീനും അതുപോലെ തന്നെ ഒരു തോക്കും എടുത്തിട്ട് വരുന്നുണ്ട്. ഈ സമയം നത്തിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആ പിടിവിട്ട പുള്ളിയെ കിട്ടിക്കഴിഞ്ഞാൽ അവൻ ചിലപ്പോൾ വയലൻ്റ് ആവും, സോ അവനെ വെടിവെക്കാൻ വേണ്ടിയിട്ടാണ് ഈ തോക്കെന്ന്. ആ വരച്ചു കഴിയുന്ന മൊമെൻറ്റിൽ തന്നെ സ്റ്റാൻലി അവിടെ എത്തുന്നുണ്ട്. നത്ത് ആ ഫോട്ടോ നീക്കൊണ്ടിരിക്കുമ്പം സ്റ്റാൻലി കയറി വരും. ആ ഫോട്ടോ നത്ത് സ്റ്റാൻലിക്ക് കൈമാറുന്നു. പക്ഷേ വരച്ചു വെച്ചിരിക്കുന്നത് വേറൊരാളെ ആയിരുന്നു. സ്റ്റാൻലിക്ക് സന്തോഷമാവുന്നു. ഈ സമയത്ത് കണ്ടക്ടർ വെള്ളവുമായിട്ട് സ്റ്റാൻലിക്ക് കൊണ്ട് കൊടുക്കാൻ നേരം പറയുന്നുണ്ട്, സാറിനെ ഞാൻ എവിടെയോ വെച്ച് കണ്ട് പരിചയമുണ്ടെന്ന്. സ്റ്റാൻലി പറയുന്നു, ഞാൻ ട്രാഫിക് പോലീസിലൊന്നും ഉണ്ടായിരുന്നില്ല, എവിടെയെങ്കിലും വെച്ച് കണ്ടതാകാം എന്ന്. അങ്ങനെ കാഷ്വലായിട്ട് അവർ സംസാരിച്ചു പോകുന്നു. അങ്ങനെ ഡ്രോയിങ് ആർട്ടിസ്റ്റ് വരച്ച പടം എല്ലാ പോലീസ് സ്റ്റേഷനിലും ഫാക്സ് വഴി എത്തിക്കുകയാണ്. നമ്മുടെ സ്റ്റാൻലി അടുത്തൊരു പെൺകുട്ടിയെ നോക്കി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അവൾക്ക് വേണ്ടിയുള്ള മരുന്ന് ഒരുക്കുകയാണ്, സൈനൈഡിൽ കലർത്തി. ആ ടൈമിൽ അവൾ മോളോട് പറയുന്നുണ്ട്, അമ്മയ്ക്ക് ഇന്ന് നൈറ്റ് ഡ്യൂട്ടിയാണ്, അമ്മ വരാൻ താമസിക്കും, മോൾ അമ്മൂമ്മയോട് കിടന്നുറങ്ങിക്കണമെന്ന്. സോ സ്റ്റാൻലി അവിടെ കാറൊക്കെ തയ്യാറാക്കിയിരിക്കുകയാണ്. നത്ത് തൻ്റെ കയ്യിലുള്ള ഫോട്ടോയുമായിട്ട് ആ കൊലയാളിയെ അന്വേഷിച്ച് നടക്കുകയാണ്. സ്റ്റാൻലിയും ആ പെൺകുട്ടിയും ഒരു ഹോട്ടലിലേക്ക് കയറി ചെല്ലുകയാണ്. അവിടെ ചെന്നിട്ട് റൂം ബുക്ക് ചെയ്യാൻ നേരം അയാൾ പറയുന്നു ID കാർഡ് വേണമെന്ന്. അപ്പോൾ സ്റ്റാൻലി പറയുന്നുണ്ട്, ഇന്നലെ വന്നപ്പോൾ ആ പയ്യൻ പറഞ്ഞു തരുന്നല്ലോ ID കാർഡൊന്നും വേണ്ടെന്ന്. സാറേ, അവനൊരു വിവരമില്ലാത്തവനാണ്, ഇപ്പോൾ ID കാർഡ് ഉണ്ടെങ്കിൽ മാത്രമേ ഞാൻ റൂം കൊടുക്കൂന്ന്. സോ അങ്ങനെ നിർബന്ധമായപ്പോൾ സ്റ്റാൻലി തൻ്റെ പേഴ്സ് തുറന്ന് ID കാർഡ് എടുത്ത് കാണിക്കുകയാണ്. എന്നിട്ട് അവർ നേരെ റൂമിലേക്ക് പോകുന്നു. ഡ്രോയിങ് ആർട്ടിസ്റ്റ് വരച്ച ഫോട്ടോ ഒത്തിരി സ്ഥലങ്ങളിൽ വാണ്ടഡ് എന്ന പേരിൽ പോസ്റ്ററായി ഒട്ടിച്ചിട്ടുണ്ടായിരുന്നു. അത് കണ്ട് ഒരാൾ പറയുന്നു, ഞാൻ ഇയാളെ ഇപ്പോൾ ഈ ലൊക്കേഷനിൽ വെച്ച് കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞ് നമ്മുടെ നത്തിനെ ഫോൺ വിളിക്കുന്നു. നത്ത് ആ ഒരു സ്ഥലത്തേക്ക് എത്തുകയാണ്. ഇതിനു മുമ്പ് ആ വരച്ച ഫോട്ടോയുമായിട്ട് ദിവ്യയുടെ അടുത്ത് ചെന്നിട്ട് അത് ഉറപ്പാക്കുന്നുണ്ട് അത് അയാൾ തന്നെയാണോ എന്ന്. ആ ടൈമിൽ സ്റ്റാൻലിയുടെ റൂമിലേക്ക് അവിടെ റിസപ്ഷൻ ഉണ്ടായിരുന്ന അങ്കിൾ വന്നിട്ട് പറയുന്നു, സാർ പോലീസാണല്ലേ, സാറിൻ്റെ പേഴ്സിൽ ഞാൻ പോലീസിട്ട് ഒരു ഫോട്ടോ കണ്ടിട്ടുണ്ടായിരുന്നു. സാർ, എനിക്കൊരു ഉപകാരം ചെയ്യണം. എൻ്റെ മകളെ കുറേ വർഷങ്ങൾക്ക് മുമ്പ് കാണാതായിട്ടുണ്ട്. അവൾ നാഗർകോവിലേക്ക് പോയെന്നാണ് അറിയപ്പെടുന്നത്. സാർ തമിഴ്നാട് പോലീസാണല്ലോ, സോ സാർ എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യണമെന്ന് പറയുന്നു. അവൻ ഹെൽപ്പ് ചെയ്യാം, നിങ്ങളിതിപ്പോൾ ആരോടും പറയണ്ട, ഇവിടുന്ന് പൊക്കോന്ന് പറഞ്ഞിട്ട് അവനെ പറഞ്ഞു വിടുകയാണ്. ആ ടൈമിൽ സ്റ്റാൻലി ആ ഫോട്ടോയുമായി റൂമിൻ്റെ അകത്തേക്ക് വരുമ്പോൾ ആ പെൺകുട്ടി ചോദിക്കുന്നുണ്ട് എന്താണെന്ന്. പുള്ളി കുറച്ച് കാശ് മേടിക്കാനായിട്ട് വന്നാൽ വേറൊന്നുമില്ല എന്ന് കള്ളം പറയുന്നു.
അങ്ങനെ നത്ത് അവനെ തിരക്കി ഇറങ്ങിയൊക്കെയാണ്. ആ ലൊക്കേഷനിലോട്ടൊന്ന് ഒരാൾ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. പക്ഷേ അവനെ വീണ്ടും മിസ്സായി. അതുകൊണ്ട് ഞാനൊരു ലോഡ്ജിൽ പോയി റൂം എടുക്കാൻ പോവുകയാണെന്ന് വൈഫ് വിളിക്കുമ്പോൾ നത്ത് പറയുന്നുണ്ട്. ആ ലോഡ്ജ് നമ്മുടെ സ്റ്റാൻലി താമസിക്കുന്ന ആ ലോഡ്ജ് തന്നെയായിരുന്നു. സ്റ്റാൻലി ആ ഫോട്ടോ തുറന്ന് നോക്കുമ്പോൾ സ്റ്റാൻലി ആദ്യം ഷോളട്ട് കെട്ടിവലക്കി ഒരു പെൺകുട്ടിയെ കൊന്നിട്ടുണ്ടായിരുന്നല്ലോ. ആ പെൺകുട്ടിയുടെ ഫോട്ടോയാണ് അതിനുള്ളിൽ ഉണ്ടായിരുന്നത്. സോ അതിനെപ്പറ്റി കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ താഴെ റിസപ്ഷനിലേക്ക് വരുമ്പോഴാണ് നത്ത് അവിടേക്ക് കയറി വരുന്നത്. നത്ത് പറയുന്നു, ഞാൻ അവൻ്റെ പുറകെ നടക്കുകയാണ്, അവനെ ഇതുവരെ കിട്ടിയില്ല, അവനെ അടുത്തുണ്ടായിരുന്നു, എനിക്ക് ഒരാൾ ഫോൺ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തായാലും സാറും ആ ഫോട്ടോയുടെ ഒരു കോപ്പി കയ്യിൽ വെച്ചോ എന്ന് പറഞ്ഞിട്ട് സ്റ്റാൻലിക്ക് കൊടുത്തു വിടുന്നു. സ്റ്റാൻലി തന്നെ മേലുദ്യോഗസ്ഥന് മുകളിലുണ്ട്, ഞാൻ അവിടേക്ക് പോവുകയാണെന്ന് പറഞ്ഞാണ് പോയത്. ഈ ടൈമിലാണ് നമ്മുടെ സ്റ്റാൻലി ഓരോ ആളുകളെയും കൊല്ലുമ്പോൾ ഒരു പാട്ട് പ്ലേ ചെയ്യുമല്ലോ, ആ പാട്ട് നത്തിടുന്നത്. അപ്പോൾ നമ്മുടെ തൻ്റെ കൈവശം ഉണ്ടായിരുന്ന ആ ഫോട്ടോ തുറന്ന് നോക്കുമ്പോൾ അത് മറ്റാരുമയുടെ അല്ല, സ്വന്തം ഫോട്ടോയാണെന്ന് നമ്മുടെ സ്റ്റാൻലിക്ക് മനസ്സിലാക്കുകയാണ്. അപ്പോഴാണ് ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നത്. അന്ന് ആ ഡ്രോയിങ് ആർട്ടിസ്റ്റ് വരച്ച സ്റ്റാൻലിയുടെ തന്നെ ഫോട്ടോ ആയിരുന്നു. അവൻ അവിടേക്ക് വരാൻ ചാൻസ് ഉണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് വേറൊരാളുടെ ഫോട്ടോ ആ ഡ്രോയിങ് ആർട്ടിസ്റ്റിനെ കൊണ്ട് വരപ്പിക്കുകയായിരുന്നു. സ്റ്റാൻലി ആണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞ് അവൻ്റെ ഒളിത്താവളത്തിൽ പോയി എല്ലാ ഡീറ്റെയിൽസും നമ്മുടെ നത്ത് എടുത്തിട്ടുണ്ടായിരുന്നു. സോ താൻ പിടിക്കപ്പെട്ടു എന്നറിഞ്ഞിട്ട് സ്റ്റാൻലി തൻ്റെ കൈവശം ഉണ്ടായിരുന്ന ആ സൈനൈഡിൻ്റെ സിറഞ്ച് നത്തിനെ കുത്തിവെക്കാനായിട്ട് വരുന്നു. ഇത് മനസ്സിലാക്കി നത്ത് സ്റ്റാൻലിയെ പിടിച്ച് തെള്ളി താഴെയിടുകയാണ്. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും അത്ഭുതമാകും. അവസാനം സ്റ്റാൻലി നത്തിൻ്റെ കഴുത്തിൽ പിടിച്ച് മുറുക്കുന്ന സമയത്ത് പുറകെ കൂടെ ആ റിസപ്ഷനിലുണ്ടായിരുന്ന അങ്കിൾ വന്ന് നമ്മുടെ സ്റ്റാൻലിക്ക് ഒറ്റടി കൊടുക്കുകയാണ്. അയാളും പോലീസായിരുന്നു. ഇതെല്ലാം ഇവരുടെ പ്ലാൻ ആയിരുന്നു. ആ ടൈമിൽ സ്റ്റാൻലിയുടെ ബോധം പോയ സമയത്ത് നത്ത് അവൻ്റെ മണ്ടക്കേറിയിരുന്ന് അവൻ്റെ തല തറയിൽ തല്ലി അവൻ്റെ ബോധം നഷ്ടപ്പെടുത്തുകയാണ്. കൂടാതെ ഒത്തിരി ബ്ലീഡിങ്ങും തലയുടെ ഭാഗത്തു നിന്നും വരുന്നുണ്ട്. ഈ സമയത്ത് മുകളിൽ റൂമിലുണ്ടായിരുന്ന പെൺകുട്ടിയെ നമ്മൾ കാണിക്കുന്നുണ്ട്. അവൾക്ക് ഇതെല്ലാം അറിയാമായിരുന്നു എന്നുള്ളൊരു സിറ്റുവേഷനിലാണ് അവൾ ആ മുറിയിൽ ഇരിക്കുന്നത്. അവൻ മരണപ്പെടാനായി വെയിറ്റ് ചെയ്യുന്ന രീതിയിലാണ് ആ കുട്ടിയെ മുറിയിൽ ഇരിക്കുന്നതായി നമ്മളെ കാണിക്കുന്നത്. അതിനുശേഷം ആ പോലീസുകാരനും നത്തും കൂടെ ചേർന്ന് സ്റ്റാൻലിയുടെ ബോഡി താൻ കൊണ്ടുവന്ന ആ കൊണ്ടസ കാറിനകത്ത് തന്നെ ആക്കുകയാണ്. ആ കാറ് ഓടിച്ചു കൊണ്ടുപോകാനായി തീരുമാനിക്കുന്നു. അപ്പോഴാണ് നമ്മളെ കാണിക്കുന്നത് വാണ്ടഡ് എന്ന് പറഞ്ഞ് ഒട്ടിച്ചിരുന്നത് ശരിക്കും സ്റ്റാൻലി ദാസിന്റെ തന്നെ ഫോട്ടോ ആയിരുന്നു. പിന്നീട് സ്റ്റാൻലിയുടെ ബോഡി ആ കാറിനകത്താക്കി നത്ത് ഡ്രൈവ് ചെയ്ത് പോവുകയാണ്. വണ്ടി കുറച്ച് മുന്നോട്ട് പോകുമ്പോൾ ഡിക്കിയിൽ ചെറിയൊരു അനക്കം നമ്മളെ കാണിക്കുന്നുണ്ട്. നത്ത് വണ്ടി ഡ്രൈവ് ചെയ്ത് പോകുന്നതായും നമ്മളെ കാണിക്കുന്നു. ഇത്രയും കാണിച്ചുകൊണ്ടാണ് ഈ പടം ഇവിടെ അവസാനിക്കുന്നത്. ഈ പടം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. സോ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. താങ്ക്സ് ഫോർ വാച്ചിങ്.